ബോക്സും മൈക്കും വെച്ചിട്ട് പാട്ട് പാടാനിരിക്കുന്നുണ്ട്. അപ്പോൾ സാറ് പാടിക്കഴിഞ്ഞ് മൈക്ക് എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ മൈക്ക് പിടിക്കാനൊക്കെ സാറ് പഠിപ്പിച്ചു. അങ്ങനെ പാട്ടിൻ്റെ പാലാഴിയിലേക്ക് ഞാനും ഇടയ്ക്കൊന്ന് കാൽ തെറ്റി വീണു. അപ്പോൾ നമുക്ക് സാറിന് ആദ്യമായിട്ട് ഒരു കയ്യടിയോടുകൂടി ഈ ഒരു ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു ചെറിയ കാലഘട്ടത്തിലേക്കാണ് എന്നെ ഇവിടെ പോസ്റ്റ് ചെയ്ത് ഞാനിവിടെ തസ്താരത്ത് വന്നത്, നിങ്ങളൊക്കെ പരിചയപ്പെടാൻ സാധിച്ചത്. ആ ചെറിയ സമയം നമ്മളൊരു മധുരമുള്ള മിഠായി കഴിക്കുന്ന, ഇഷ്ടമുള്ളൊരു മിഠായി കഴിക്കുന്ന ഒരു എഫക്റ്റാണ്, പെട്ടെന്ന് അരിഞ്ഞുപോയി. പാട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറും ഒക്കെ മ്യൂസീഷ്യൻസാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം പോലെ എന്നും എല്ലാ ഉപകരണങ്ങളും വീട്ടിലുണ്ട്, എല്ലാം കേൾക്കും. അത്യാവശ്യം ഞാൻ ഹാർമോണിയം വായിക്കും കുറച്ച്, അത് ഇങ്ങനെ പഠിച്ചു വന്നതാണ്. പക്ഷെ ഞാൻ ആദ്യം സ്റ്റേജ് പെർഫോമൻസ് നടത്തുന്നത് പാട്ട് പാടിയിട്ടല്ല, ഞാനൊരു കാതികനായിരുന്നു. കഥാപ്രസംഗമാണ് എൻ്റെ ആദ്യത്തെ ഇതെന്ന് പറയുന്നത്. ഏകദേശം ഒരു 5ാം ക്ലാസ് വരെ ഞാൻ സീരിയസ് ആയി അത് ചെയ്തിരുന്നത്. എല്ലാ യൂത്ത് ഫെസ്റ്റിൽ പങ്കെടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി പോകുമ്പോൾ ഞാൻ വീണ്ടും ഇൻസ്ട്രുമെന്റ് മിസ്സേക്ക് വന്നു. ഞാനപ്പോൾ വിൻഡ് ഇൻസ്ട്രുമെന്റിൽ പങ്കെടുത്ത് കേരള യൂണിവേഴ്സിറ്റി. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ പാട്ട് ജീവിതത്തിൽ കൂടുതൽ സീരിയസ് ആയി കിടവരുന്നത്. പിന്നെ അവിടെ ഒരു ചെറിയ ട്രൂപ്പ് ഉണ്ടാക്കി. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ചെറിയ ട്രൂപ്പ് തുടങ്ങിയായിരുന്നു. ഞാൻ ആശ്രമ സെക്രട്ടറി കുട്ടികളെ വോട്ട് മേടിക്കാൻ വേണ്ടി പാടിയ പാട്ട്, ആ പാട്ട് ഞാൻ തുടങ്ങാം. പാത്രമെന്നോ ഞാൻ മറന്നുപോയി, മനസ്സിലെ ശാരിക പറന്നുപോയി. മധുപാത്രമെന്നോ ഞാൻ മറന്നുപോയി, മനസ്സിലെ ശാരിക പറന്നുപോയി. വിദൂര തീരങ്ങളിൽ അവളെ കണ്ടു, ഓർമ്മകളെ കൈവളം ചാർത്തി ശോകാന്തരാഗം സാറിന് ഉപയോഗപ്പെടുത്താൻ കുറച്ച് വൈകി തോന്നുന്നു അല്ലേ? ഇലക്ഷന്റെ ആ ഒരു തിരക്കിലേക്കാണ് പക്ഷെ അദ്ദേഹം വന്ന സമയത്ത് തന്നെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ സെക്ഷനിലേക്ക് ഒരു പാട്ട്, നമ്മുടെ ഒരു കരോക്കെ ഗാനമേള നടത്താൻ പറ്റിയ ഒരു ഉപകരണമായിട്ടാണ് വന്നിട്ടുണ്ടായത്. അതിലൂടെ ഇരുന്നിട്ട് അതിനെ തുടർന്നാണ് നമ്മുടെ യൂണിറ്റ് 3-ൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു ചെറിയ ഗാനമേള പരിപാടി ആരംഭിക്കുകയും തുടർന്ന് നമ്മുടെ സൗഹൃദമായ കുറേ ആളുകൾ ഇപ്പോൾ ഉച്ചയ്ക്ക് അവിടെ ഒരു സംഗീത പരിപാടി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് ഈ സംഗീതം എന്ന് പറഞ്ഞത് ഈ പ്രേമമായിട്ട് ബന്ധപ്പെട്ടാണ്. എനിക്ക് പറഞ്ഞത് ഈ പ്രേമമുള്ള മനസ്സിൽ സംഗീതമുള്ള മനസ്സിൽ പ്രേമം ഉണ്ടാകുന്നത് രണ്ടും പരസ്പരം പൂരങ്ങളാണ്. എനിക്ക് അങ്ങനെ ഒരു പ്രേമം ഉണ്ടായിരുന്നു ചെറുതില്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്കൊരു വളരെ ഇഷ്ടമുള്ള കുട്ടിയായിരുന്നു. ഞങ്ങളെല്ലാം രണ്ടാളും കണ്ടെത്തുന്നത് ഒരു എന്താ പറയാ ട്യൂഷൻ സെന്ററല്ല, നേരത്തെ വരും. ഞങ്ങൾ രണ്ടാളും നേരത്തെ എത്തും. അവൾക്ക് ഞാൻ അപ്പോഴൊക്കെ അവിടെയൊക്കെ ചെറിയൊരു പാട്ട് പാടും, പരിപാടികളൊക്കെ പാട്ട് പാടുന്ന അറിയാം. ഈ കഥാപ്രസംഗം പറയുന്നത് അറിയാം. അപ്പോൾ
എന്നെ കൊണ്ട് പാട്ട് പഠിക്കും. അവർക്ക് ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്, ഞാൻ പാടിക്കൊടുക്കുന്ന പാട്ട്. അത് നിങ്ങൾക്കാണ് ഞാൻ പാടുള്ളൂ. ബാല്യകാല സഖിയെ ഓർത്തുകൊണ്ടുള്ള തീർച്ചയായിട്ടും അത് അതൊന്നും ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. നമ്മൾ ഏത് അവസ്ഥയിലെത്തി എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും മറന്നു പോകുന്ന കാര്യങ്ങളല്ല. അത് ഞാനിപ്പം ഞാൻ അവിടെ ഓർക്കുന്ന ആ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടുകയാണ്. സുന്ദരി സുന്ദരി തുളസി സുന്ദരമീനങ്ങളിയും സുതാര്യ സുന്ദരമീനങ്ങളിയും ഒഴുകി ഒഴുകി സുന്ദരി മൃഗാംഗതരളിതമന്മയകിരണം മഴയായി കഴുകുമ്പോ മൃഗാംഗതരളിതമന്മയകിരണം മഴയായി കഴുകുമ്പോ ഒരു സരസീരുകൾ സൗപർണികയിൽ ഒഴുകി ഞാനറിയാതെ ഒഴുകി ഒഴുകി ഞാനറിയാതെ സുന്ദരി തുമ്പുകെട്ടിയിട്ട ചുരുമുടി തുളസി തളിരിട്ട ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തും കാരുണ്യമേ നീ വന്നു തുമ്പുകെട്ടിയിട്ട ചുരുമുടി സുന്ദരി സാറിന്റെ നാട് പാലക്കാടാണെന്ന് തോന്നുന്നു. നാട് ആലപ്പുഴയാണ്. ഞാൻ ജോലി സംബന്ധമായിട്ട് പാലക്കാട് വന്നു. പിന്നെ മലപ്പുറം മലമ്പുഴയാണ്. എനിക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടു, ആൾക്കാർ ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ ചൂടൊക്കെ ഭയങ്കര 40 ചൂടാണ്. പക്ഷെ നല്ല മനുഷ്യനാണ്. ചൂടന്മാരൊന്നുമല്ല, ചൂടന്മാരെല്ലാം തണുത്ത നല്ല സാറ് കേരളത്തിലെ 7 ജില്ലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കാസർഗോഡ്, 30 വർഷത്തെ ഈ 30 വർഷത്തെ സേവനത്തിനിടയിൽ റവന്യൂ സേവനത്തിനിടയിൽ 7 ജില്ലകളിലായിട്ട് ജോലി ചെയ്തിട്ട് ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ മനോഹരമായ മലപ്പുറം ജില്ലയിൽ നിന്നാണ് അദ്ദേഹം നമ്മുടെ ഇന്ന് സർവീസ് ജീവിതം അവസാനിച്ചത്. തീർച്ചയായിട്ടും മനോഹരമായ മലപ്പുറം. കാരണം എനിക്ക് നേരത്തെ ഒരു വേറൊരു ചിന്താഗതിയായിരുന്നു മലപ്പുറത്ത് ജോലി നൽകി. സത്യത്തിൽ ഞാൻ അഭിപ്രായം നിങ്ങൾ മാറ്റിക്കളത്. ശരിക്കും പാലക്കാട് എല്ലാവർക്കും അറിയാം, അഗ്രഹാരങ്ങളുണ്ട് അല്ലേ? എല്ലാം ഗ്രാമസിന്റെ നല്ല രസമാണ്. നിങ്ങളാ വൈകുന്നേര സമയത്ത് രാത്രി സമയത്ത് അഗ്രഹം നമ്മൾ വേറെ ഫീൽഡിലെത്തും. നല്ല കാഴ്ചകളാണ്. രാവിലെ ആണെങ്കിൽ ഇവര് എല്ലാവരും കോലം വരയ്ക്കുന്നതാണ്, വൈകുന്നേരം അമ്പലത്തിൽ പോയിട്ട് വരുന്നതാണ്, നല്ല സുന്ദരികളെ പെണ്ണുങ്ങളിങ്ങനെ വരുന്നതാണ്. ഒരു രസമാണ്. അത് കാണുന്നൊരു മനസ്സിനൊരു സന്തോഷം കൂടിയാണ്. പാലക്കാട് ട്രാൻസ്ഫർ അതുകൊണ്ടാണ് ഞാൻ പാലക്കാട് സെറ്റിൽ തീരുമാനിച്ചത്. അത് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാമീണ ഭംഗി തുളുമ്പി നിൽക്കുന്ന സ്ഥലം പാലക്കാടാണ്. ക്ലൈമറ്റ് ഇപ്പോൾ പറയുന്നത് ടു ഹോട്ടാണ്. പാലക്കാട് ടു ഹോട്ടാണെങ്കിൽ സാറ് നടന്നു പോകുന്നത് ടു കൂളായിട്ടാണ്. സാറിന്റെ പാട്ടും അതുപോലെ തന്നെയാണ്. അപ്പൊ അടുത്ത സുന്ദരിയെ കുറിച്ചുള്ള പാട്ട് സാറ് ഉടനെ പാടും. അല്ല, പാലക്കാട് മാത്രം 2 സുന്ദരികളുണ്ട്. അത് കഴിഞ്ഞ് ചിലപ്പോൾ എല്ലാവർക്കും വിഷമം തോന്നിയ നിങ്ങളൊക്കെ സുന്ദരികളാണ്. പാലക്കാട് മാത്രമല്ല, മലപ്പുറത്ത് നല്ല സുന്ദരികളുണ്ട്. ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ വിഷമം വേണ്ട. പൊങ്കലുമായി വന്ന കൈമാസ തമിഴ് പെണ്ണേ, നിന്റെ അരഞ്ഞാണ ചരടില് ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ? അനന്യ മന്ത്ര
കൈതരിച്ചു. പുലരിപ്പൂമുഖം മുറ്റത്തു കാലത്ത് പുറംതിരിഞ്ഞു നീ നിന്നപ്പോൾ നിന്നെ അരിപ്പൊടി കോലങ്ങൾ എഴുതുമ്പോൾ അഗ്രഹാരത്തിൽ ആരും കുതിക്കുന്നോരഴകിൻ വിഗ്രഹമായിരുന്നു. അരികിൽ വന്നൊരു പൊട്ടുകുത്താൻ ഞാൻ ആഗ്രഹിച്ചു. ഒരു കലാകാരൻ ആരായാലും അവരുടെ വളർച്ചയിൽ സ്വന്തം ഫാമിലിക്ക് നല്ലൊരു പങ്കുണ്ടാവും. അപ്പൊ സാറിന്റെ ഫാമിലിയെ കുറിച്ച് അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഫാമിലി എത്രത്തോളം സാറിന്റെ ഈ പാട്ടിനും മറ്റും സപ്പോർട്ടുണ്ട് എന്നറിയാൻ ആഗ്രഹമുണ്ട്. ഭാര്യ, മകൾ അത്യാവശ്യം പാടുമായിരുന്നു. ഇപ്പൊ പാടുമെന്ന് എനിക്കറിയത്തില്ല. മകളും അത്യാവശ്യം പാടുന്ന ആളാണ്. ഭാര്യ പാട്ടുകാരൊന്നുമില്ല. പിന്നെ ഞാൻ പാട്ട് പാടിപ്പിക്കാൻ ശ്രമിച്ചാണ്, പക്ഷെ നടന്നില്ല. ഞാൻ തോറ്റുപോയി. പിന്നെ ഈ പാലക്കാട് ചില ഈ പറഞ്ഞ പോലെ കലാകാരന്മാരുടെ ഒരു കേന്ദ്രമാണ്. പല പല സ്ഥലങ്ങളിൽ നമ്മൾ നോക്കിക്കാൻ പറ്റും. ഞാൻ മനസ്സിലാക്കിയത് ഈ നമ്മുടെ പാട്ട് വരെ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യമൊക്കെ നമ്മൾ രണ്ടുപേരായിരുന്നു. പിന്നെ അതിന്റെ എണ്ണം കൂടിയപ്പോൾ ഒരുപാട് ഒരു മനസ്സിൽ പാട്ടുള്ളവരും പാടാത്തവരും പാടാൻ ആഗ്രഹിക്കുന്നവരും എല്ലാവരും ഇവിടെ എത്തുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഈ മാസം കഴിഞ്ഞ് ഞാൻ പോയാൽ പോലും അത് തുടരണം എന്നാണ് എന്റെ ആഗ്രഹം. അതായത് ഇതുവരെ ഒരു സ്റ്റേജിലും കയറാത്ത വ്യക്തികൾ വരെ ഇവിടെ വന്ന് ഞങ്ങളുടെ യൂണിറ്റിൽ വന്ന് 4 വരി കറുത്ത് പാടിയ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു ഹിന്ദി ഗാനം ഇതിന്റെ ഈ സന്ദർഭത്തിന് യോജിച്ചാണ്. അതൊരു വിടപറൽ ഗാനം കൂടിയാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റാണ്, നമ്മള് ലൈഫിൽ നമ്മൾ പല സ്ഥലത്തും എന്നെ പോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് ജോലി ആൾക്കാരുണ്ടാവും. അവർക്കെല്ലാം അനുഭവം ഉണ്ടാവും. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുന്നു. അത് ഈ നമ്മുടെ ഈ ട്രാൻസ്ഫർ ഒക്കെ പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പുതിയ കുറെ ആൾക്കാരെ പരിചയപ്പെടാം. നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ലോകം എപ്പോഴും ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഉദാഹരണം തന്നെ എനിക്ക് ഇവിടെ കിട്ടിയ നിങ്ങളുടെ സപ്പോർട്ട്. ആ ഹിന്ദി പാട്ട് നിങ്ങൾ കിഷോർ കുമാർ പാട്ട് ജിന്ദഗി കെ സഫർ മേ ഗുസർ ജാത്തെ ഹൈ മഖാം ഫിർ നഹീ ആത്തെ എന്നാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ കുറെ അവസരങ്ങൾ ജീവിതയാത്രയിൽ കടന്നു പോകും. പക്ഷെ അത് തിരിച്ചു വരില്ലല്ലോ. അതൊരു അങ്ങനെ ഒരു പാട്ടാണ്. കാരണം ശരിയാണ്. കാരണം നമ്മൾ കാണുന്നു. പിന്നെ എനിക്കൊരു തിരിച്ചുവരവില്ല. ഇവിടേക്ക് നിങ്ങളൊപ്പം ജോലി ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഒരുപാട് സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട്. അതൊന്നും തിരിച്ചു വരത്തില്ല. തിരിച്ചു വരാത്ത ആ സന്ദർഭങ്ങളെ കുറിച്ചാണ് പാടുന്നത്. നമുക്ക് എന്റെ ഒരു ഇടപെടൽ ഗാനം കൂടിയായിട്ട് നിങ്ങൾ കണക്കാക്കണമെന്ന് പറയാണ്. ഓക്കെ സാർ. जिंदगी के सफर में गुजर जाते हैं जो मकाम ओ नहीं आते ओ नहीं आते. जिंदगी के सफर में गुजर जाते हैं जो मकाम नहीं आते ओ नहीं आते. फूल खिलते हैं, लोग मिलते हैं, फूल खिलते हैं, लोग मिलते हैं, मगर पतझड़ में जो फूल मुरझा जाता है वो बहारों को आने से खिलते नहीं. कुछ लोग फिर रोज बिछड़ जाते हैं वो हजारों के आने से मिलते नहीं. भर चाहे कोई पुकारा करे उनका नाम ओ नहीं आते ओ नहीं आते. आँख धोखा है क्या भरोसा है, आँख धोखा है क्या भरोसा है. सुनो तो
जिंदगी रोक लो रूट कर उनको जाने न दो बाद में प्यार के चाहते जो हजारों सलाम ओ फिर नहीं आती ओ फिर नहीं आती നന്ദി. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു അവസരം ഞാൻ ഒരു പാട്ടുകാരൻ തന്നെ പറയാം. ഒരു പാട്ടോടൊന്നുമില്ല, വലിയൊരു സംഭവമായിട്ട് നന്ദി. താങ്ക് യു സാർ. നമ്മുടെ ഈ മധ്യാഹ്നം വളരെ സംഗീത സാന്ദ്രമാക്കി തീർത്ത സാറിന് കേസിന്റെ പേരിൽ ഒരു നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ വെച്ച് കണ്ടുമുട്ടും, മറ്റന്നാൾ കണ്ടുമുട്ടും. ഈ ഒരു പ്രോഗ്രാം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു നല്ലൊരു അനുഭവമായിട്ട് കിടക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. അപ്പോൾ കണ്ടുമുട്ടും വരേക്കും സി യു, സൈനിങ് ഓഫ്.